അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കണു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് രാവിലെ തന്നെ നമ്മുടെ വണ്ടിയിലെ പാത്രങ്ങളൊക്കെ ഇറക്കിയിട്ട് കഴുകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് ഇതൊക്കെ. ഇന്നിപ്പോൾ രാവിലെ അതൊക്കെ കണ്ട് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി കഴിയും. എന്താ വെച്ചാൽ പുലർച്ചെയാണ് അവർ വന്നത്. ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ വലിയൊരു പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഷാജേട്ടൻ നോക്കിക്കോളും. പക്ഷെ നമ്മുടെ ഇന്ന് വണ്ടിയിൽ കുക്ക് ചെയ്യുന്ന സ്റ്റവിനൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതിനകത്ത് നിന്ന് വല്ലാണ്ട് കരി പിടിക്കണം. അപ്പോൾ അതെന്തോ അവിടെ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. അതിൻ്റെ ആൾക്കാരെടുത്ത് കൊണ്ടുപോയിട്ട് നമുക്കത് നോക്കിയിട്ട് പറ്റണില്ല. അപ്പോൾ വണ്ടിയോടൊക്കെ കൊണ്ടുപോകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കിച്ചണിൻ്റെ അല്ല, അടുപ്പിൻ്റെ ആ സ്റ്റാൻഡ് വലുതാ, പൊക്കി എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ഇറക്കിയിട്ട് നമ്മൾ എന്താക്കുക വെച്ചാൽ വേഗം കഴുകി റെഡിയാക്കി വെക്കുമ്പോഴേക്കും ഷാജേട്ടൻ വണ്ടി കൊണ്ടുപോയിട്ട് ആ സ്റ്റവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഇറക്കിയപ്പോൾ ഞാനതൊക്കെ അടുക്കളയിലേക്ക് വെച്ചിട്ട് നമ്മളത് കഴുകി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ചായയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ആർക്കും പോകേണ്ട ദിവസമല്ല, അതുകൊണ്ട് തന്നെ ഒക്കെ മെല്ലെ ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് നമുക്ക് മെനക്കെട്ട് ഉരച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പാടാട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഉച്ചയാകുമ്പോഴത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കുളിച്ചില്ല. എനിക്കറിയാം അത് രാവിലെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല. ഇതൊക്കെ ആകെ അലമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കണം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാതെ തന്നെ ഇതൊക്കെ അങ്ങോട്ട് ചെയ്തു. ഇന്ന് ചായക്ക് കടിക്ക് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റവ ഉപ്മാവ് വരുന്നതുകൊണ്ടാണ് കേട്ടോ കാണിക്കാണ്ടിരുന്നത്. പിന്നെ അതുപോലെ വട്ട് കേക്ക് ഇല്ലേ, എന്താ ഒരു കേക്ക് ഉണ്ടല്ലോ നമ്മൾ ചായക്കൊക്കെ നമ്മൾ ഈ ഒരു കടയിൽ നിന്നൊക്കെ കിട്ടണ, പണ്ടത്തെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടണ ആ കേക്ക്, അങ്ങനെയൊക്കെ വെച്ചിട്ടായിരുന്നു ഇന്ന് ചായക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നില്ല. ഇത് മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി ഒതുക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. അതാവുമ്പോൾ നമ്മുടെ കിച്ചൺ അങ്ങോട്ട് സൂപ്പർ ആയിക്കോളും. പിന്നെ ഇനി നമുക്ക് അവിടെ ഒന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് ഉച്ചാമ്പത്തെ ഫുഡിൻ്റെ പരിപാടി നോക്കിയാൽ മതി. ചായ ആയപ്പോൾ തന്നെ ഞാൻ വേഗം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പെട്ടെന്ന് കണ്ണന് എങ്ങാനും വിശന്നാലോ എന്ന് പറയുകയാണെങ്കിൽ ഒരു മുട്ട പൊരിച്ചിട്ടാണെങ്കിലും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രമാത്രം നേരമൊന്നും വൈകിട്ടില്ല കേട്ടോ. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അവർ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ വണ്ടിയിലിരിക്കുന്ന 7-Upഉം ഫ്രൂട്ടി അതൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല. എന്നാലും ഞാൻ ചോറ് വേഗം വെച്ചു. എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കണം, റേഷൻ അരിയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ശർക്കരയും നാളികേരം കൂടെ ചിരകിയിട്ടിട്ട് പായസം ആക്കേണ്ടി വരും. അപ്പോൾ അതിന് മെനക്കെടണ്ട വിചാരിച്ചിട്ട് ചോറ് ഞാൻ വേഗം അങ്ങോട്ട് റെഡിയാക്കി വെച്ചു. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വിടാം. നമ്മുടെ ഈ വിമ്മ് ഇങ്ങനെ തെറിക്കണ കാരണം അവിടെയൊക്കെ ഇങ്ങനെ ഒരു വെള്ളക്കുത്ത് പോലെ വരും. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കഴുകണ വാഷ് ബേസിൻ്റെ താഴെ വരെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. ഈ കറുപ്പ് പെയിൻ്റൊക്കെ ഞാൻ അടിച്ചതായിരുന്നു മുന്നേ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട്. ഞാനൊന്നും ആയിരുന്നില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ വെള്ളപ്പാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വൃത്തിയായിട്ട് തോന്നും. അപ്പോൾ അവിടെ അങ്ങോട്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് താഴെ നമ്മുടെ നിലം തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ വെള്ളവും അലമ്പും ഈ പാത്രങ്ങളുടെ ഒക്കെ വേസ്റ്റ് ചാടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയാവും. നമ്മൾ വൈകിട്ട് തുടയ്ക്കാറില്ലാണ്. പക്ഷേ രാവിലെ ഇതേപോലെ പാത്രം കഴുകൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തുട നിർബന്ധമായിട്ട് ചെയ്യും. അതേപോലെ രാത്രി കിടക്കണതിൻ്റെ മുന്നേ ഞാൻ അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണെ, അടുക്കള നമ്മൾ അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞിട്ടാണ് കിടക്കാൻ വേണ്ടിയിട്ട് പോവുള്ളൂ, മേലഴുകി കിടക്കാൻ വേണ്ടിയിട്ട് പോവുള്ളൂ. തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂടെ പിള്ളേരുണ്ട് ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട്. കണ്ണൻകുട്ടി മുടി വെട്ടി വന്നിട്ട് അവൻ ചിക്കനും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. കിഴങ്ങിട്ടിട്ട് അതൊന്ന് കുറച്ച് ഞാൻ മാറ്റി വയ്ക്കട്ടെ, അവർക്കത് പൊരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പൊരിക്കലും കറിയും കൂടെ ഒരു ദിവസം വേണ്ട, അത് പിറ്റേ ദിവസത്തേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊരു 4-5 കഷ്ണം മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇത്തിരി സുർക്ക, വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടിട്ട് കുറച്ച് നേരം അങ്ങോട്ട് വെയിറ്റ് ചെയ്യും. എന്നാൽ അതിൻ്റെ ഒരു ഉളുമ്പ് മണം പൊക്കോളും. എനിക്ക് ആ സ്മെല്ല് ഒട്ടും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സുർക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീറ്റ് മൊത്തം കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ നാരങ്ങ നീര് ഉണ്ടെങ്കിൽ അത്, സുർക്ക എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അത് വിട്ടിട്ട് കഴുകാൻ വിചാരിച്ചു. അപ്പോൾ ആ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ നല്ലോണം തലയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുടുന്നനെ തേച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായി തലയിൽ എണ്ണയൊക്കെ തേക്കും. നമ്മളിങ്ങനെ തേച്ച് നിൽക്കാറില്ല. ഒരു 5-10 മിനിറ്റൊക്കെ ഇങ്ങനെ തേച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല താരണ്ടി മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നേരം കിട്ടാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതങ്ങോട്ട് തേച്ചു. നമ്മളൊന്നും കൂടി എണ്ണ ചൂടാക്കിയിട്ട് അങ്ങനെ ഹോട്ട് ഓയിൽ മസാജൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് പിന്നെ ഞാൻ ചിക്കൻ കഴുകാൻ വേണ്ടിയിട്ട് നിന്നത്. എന്നിട്ട് ഇതിൽ കുറച്ച് വലിയ പീസായിരുന്നു. അപ്പോൾ നമുക്ക് കറിക്കുള്ളതൊക്കെ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നും കൂടെ വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിയുടെയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കിയിട്ട് എനിക്ക് പൂജട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിതിനി നുറുക്കാൻ വേണ്ടിയിട്ടുള്ള പാടുള്ളൂ. കുളി കഴിഞ്ഞ് വന്ന പാടെ ഞാൻ ഇനി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത് വിശക്കണുണ്ട്,
കണ്ണൻകുട്ടി ലേസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കുമല്ലോ, എന്താ ലേസ് മസാല, എന്താ അങ്ങനെ എന്തോ ഒരു സാധനം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് പിള്ളേർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണേ. അപ്പോൾ അതിലേക്കുള്ള സവാളയും കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഒരു തക്കാളി ഇതൊക്കെ കൂടെയാണ് ഇതിനകത്തേക്ക് വേണ്ടത്. അപ്പോൾ പോയിട്ട് ഒരു 3, 4, 5 പാക്കറ്റ് ലൈസ് വാങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് ഈ ലൈസിൽ ഒരു പച്ച കളർ കിടക്കണോ പച്ച കളർ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ അങ്ങനെ കൂടുതൽ ഇഷ്ടമായിട്ട് കഴിക്കുക അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. എപ്പോഴെങ്കിലും കഴിക്കുമ്പോൾ ഇത് കിട്ടുമ്പോൾ ഓക്കെ ഞാൻ കഴിക്കും. മറ്റേത് എനിക്കിതിനോട് വലിയ താല്പര്യമില്ല. പൂച്ചട്ടിക്കും കണ്ണൻകുട്ടിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ഈ കറി ആവണ വരെ ഒന്നും മിണ്ടാണ്ടിരുന്നോളൂ. അതുകൊണ്ട് തന്നെ രണ്ടും അവിടെ കടന്നിട്ട് അടിപിടിയും കിടിപിടിയും കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ അവരൊരു ഭാഗത്ത് നിന്നിട്ട് ഒരാളൊന്ന് പറയും, അപ്പോൾ മറ്റേതാൾ രണ്ടെണ്ണം പറയും. അങ്ങനെയൊക്കെ ഓരോ പറഞ്ഞ ഏഷണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ലേസും പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഇത് ഏതൊക്കെ ഫ്ലേവറാണ് എന്താണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. എനിക്കിതൊന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൈ ഒഴിഞ്ഞിട്ട് വേണം എൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചൊരു പാത്രത്തിലിട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കണത് അറിയാമല്ലോ. ഒട്ടുമിക്ക പിള്ളേർക്കും കുട്ടികളും ഒക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കണവരാവും. അതുകൊണ്ട് നമുക്കിത് കാര്യമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്തപ്പോൾ വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് നമ്മുടെ സവാള ഇട്ടെടുത്തു, മല്ലിച്ചപ്പ് ഇട്ടെടുത്തു, കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത്തിരി ഒരു കുഞ്ഞേരു മുറി നാരങ്ങയുടെ നീരും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് വലിയ സിമ്പിൾ പരിപാടിയാണ്. ഇതുപോലെ നമുക്ക് പൊരിയിലും ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഒരു മിച്ചർ ഉണ്ടല്ലോ, മുട്ട മിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു മിച്ചർ, ഒരു യെല്ലോ കളറിൽ, അതും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ കൂട്ടിയിട്ട് സവാളയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പച്ചമുളക് ഞെട്ടില്ല, ഇനി അവരതെങ്ങാനും കടിച്ചിട്ട് നീ എരിവാവണ്ടല്ലോ വിചാരിച്ചിട്ട് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ്. അല്ലാണ്ട് എരിവ് ഇവർക്ക് വിഷയം ഉണ്ടായിട്ടൊന്നുമല്ല. ഇതിങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അത് കിട്ടണ്ട വിചാരിച്ചിട്ട് അതിന് വേണ്ടി കുരുമുളക് പൊടി ഇട്ടു. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക. വലിയ സന്തോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ കേട്ടോ. ഒരാളെ ഏഷണി പറഞ്ഞിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ മെയിൻ പരിപാടി. അതിൻ്റെ ഇടയിൽ ഇന്ന കൂട്ടുപിടിക്കും അല്ലേ, അങ്ങനല്ലേ ഇവള് ഇങ്ങനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മൂളിക്കഴിഞ്ഞാൽ ഇവിടെയും പ്രശ്നമാണ്, ഇവൻ ഇങ്ങനല്ലേ എന്ന് പറഞ്ഞ് ഇവനെ മൂളിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊന്നും മിണ്ടാണ്ട് എൻ്റെ പണിക്ക് നിൽക്കുകയായിരിക്കും ഏറ്റവും എൻ്റെ തടിക്ക് സേഫ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് രണ്ടാളെ വഴിക്ക് പോയി. രണ്ടാൾക്കും 2 പാത്രത്തിലിട്ട് കൊടുത്തു. ഇല്ലെങ്കിൽ അടിയുടെ പൊടിപൂരായിരിക്കും. എന്നാൽ തന്നെ ഒരു തുലാസ് വേണം ഇവിടെ ഈ ഇങ്ങനത്തെ ഫുഡ് അളന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളും ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. എൻ്റെ താട്ടനും ബാബുവിനും എനിക്കൊക്കെ ഫുഡ് വിളമ്പുമ്പോൾ ആർക്കാണ് കൂടുതലെന്ന് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ കണക്ക് പറയും, അവന് കൂടി ഇല്ലെങ്കിൽ എനിക്ക് കൂടി അങ്ങനെയൊക്കെ. അതൊക്കെ എനിക്ക് ഓർമ്മ വരും ഇവരുടെ ഈ പറഞ്ഞ ഏനപ്പറച്ചിൽ കേൾക്കുമ്പോൾ. അതൊക്കെ കൊടുത്തിട്ട് ഞാൻ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. എന്നും ഉണ്ടാക്കണ പോലത്തെ കറി തന്നെയാണ്. വറുത്തരച്ച് ചിക്കൻ കറി വെക്കണം എന്ന് വിചാരിച്ചതാണ്. നമുക്ക് തേങ്ങ കഴിഞ്ഞുകൊണ്ട് തന്നെ അപ്പം ഇനിയിപ്പോൾ അതിന് നിൽക്കണില്ല, ഇങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ നമുക്കൊരു എന്താ പറയുക, വെറൈറ്റി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പച്ചയ്ക്ക് നാളികേരം അരച്ചിട്ട് വെക്കാനും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എന്താ പറയുക, അത് ഈ പുട്ട്, അപ്പം അങ്ങനത്തേക്കൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കിഴങ്ങിട്ട കറിയാകുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ മിക്കതും ഇങ്ങനത്തെ കറികളാണ് കേട്ടോ ഉണ്ടാക്കുക. അല്ലാതെ പിന്നെ 2-3 ഐറ്റം നമ്മളിപ്പോൾ ചിക്കനിൽ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. കറി ടൈപ്പ് ആക്കുമ്പോൾ ഇതാണ് ഇവിടെ കൂടുതൽ ഉണ്ടാക്കുക. അപ്പോൾ അതിലേക്കുള്ള ഗ്രാമ്പൂ, പട്ട, ഏലക്കൊക്കെ പൊട്ടിച്ചിട്ട് സവാള ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, തക്കാളി ഇട്ട് കൊടുത്തു. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് ഇനി ആ തക്കാളി വേവണ സമയം കൊണ്ട് ഞാൻ ഇരിക്കുന്ന 2 പാത്രങ്ങളും കൂടെ കഴുകി വെച്ചു. ഈ ഒരു പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നും. അങ്ങനെയൊന്നും അല്ല കേട്ടോ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. അപ്പോൾ ആ പാത്രം കഴുകാൻ മെഷീനൊന്നും അങ്ങനെയല്ല. ഇതിങ്ങനെ കഴുകിയിട്ട് നമുക്കിവിടെ മടുക്കും. അങ്ങനെ അതുകൊണ്ട് പറഞ്ഞാൽ അങ്ങനെ അത് കൂട്ടി വെക്കാണ്ട് തന്നെ അപ്പപ്പയ്ക്കുള്ളത് അങ്ങോട്ട് മോരി കഴുകി വെച്ച് കഴിഞ്ഞാൽ സമാധാനമല്ലേ. പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇത് ചിക്കൻ പൊടി. ഇത്രയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. നമ്മുടെ ചിക്കനൊക്കെ എന്നിട്ട് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ മീറ്റ് ഐറ്റംസിൽ ഏതിൽ കറി വയ്ക്കൊക്കെ ആണെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരിക്കും ഒന്നും കൂടെ മറ്റേത് ടേസ്റ്റ് മാറ്റം വരും. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഈ ചിക്കൻ മസാല ഞാൻ അന്ന് ലിമാക്സിൽ പോയപ്പോൾ എടുത്തതാണ്. ഞാൻ എടുക്കണ ചിക്കൻ മസാല ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നി പൊട്ട. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അവിടെ ഉണ്ട്, ഞാൻ കളഞ്ഞിട്ടില്ല. ഒരു ഡി വെച്ചിട്ടാണ് തുടങ്ങണത്. ഒരു ടേസ്റ്റും ഇല്ല. ആ ചിക്കൻ്റെ കറിയുടെയൊക്കെ എല്ലാം ഫ്ലോപ്പായ പോലെ നമുക്ക് തോന്നും. അത്രയും പൊട്ട പൊടിയായിരുന്നു കേട്ടോ മസാലപ്പൊടി. ഞാനൊന്നില്ലെങ്കിൽ ഈസ്റ്റേൻ്റെ ആണ് വാങ്ങാറ്, ഇല്ലെങ്കിൽ കിച്ചൺ ട്രെറ്റേഴ്സ്, കിച്ചൺ അങ്ങനെ എന്തോ ഒരു സംഭവം, അതിൻ്റെയാണ് വാങ്ങാറ്. എനിക്ക് വലിയ ഓർമ്മയില്ല ആ പേര്.
അതുകൊണ്ടാ തെറ്റി പോണ്ടാച്ചിട്ട് വിഡിത്തരം പറയാണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു 2-3 ഐറ്റംസാണ് എനിക്ക് പറ്റുക. ബാക്കിയുള്ളതൊന്നും എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടാവാറില്ല. ഇതെനിക്ക് വലിയ പറ്റിയാൽ പൈസ പോയി. അതൊക്കെ കഴിഞ്ഞ് ആ മസാലയിൽ കിടന്ന ചിക്കൻ ഒരു 5 മിനിറ്റ് കിടന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കിഴങ്ങിട്ട് കൊടുക്കുന്നത് നമ്മളെപ്പോഴും നമ്മൾ കാണിക്കാറുള്ളത് കൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ചിക്കനെക്കാട്ടിലും കൂടുതൽ കിഴങ്ങാണ് കേട്ടോ. ചിക്കൻ അതിലിഷ്ടം പോലെ ഉണ്ട്, പക്ഷേ കിഴങ്ങ് അതിനൊപ്പം ഈ കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ കിഴങ്ങ് കാര്യമായിട്ട് ഇട്ടിട്ടുമുണ്ട്. ഇവിടെ പക്ഷെ നമുക്ക് പണ്ടൊക്കെ അമ്മ പറയും, ആൾ കൂടുതലുള്ള വീട്ടിൽ ഫാമിലിയിലൊക്കെയാണ് ഈ ചിക്കനിലും ബീഫിലൊക്കെ ഇങ്ങനെ കിഴങ്ങും കൂർക്കയും കാര്യങ്ങളൊക്കെ ഇടുക. എന്താ വെച്ചാൽ വീട്ടിലുള്ള അടുക്കളയിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക്, അമ്മമാർക്ക് അല്ലെങ്കിൽ ചേച്ചിമാർക്ക്, അമ്മായിമാർക്ക്, ആർക്കായാലും എല്ലാവർക്കൊന്നും ആണുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ണം കിട്ടില്ല. അപ്പോൾ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വക സാധനങ്ങൾ, കുമ്പളങ്ങ കാര്യങ്ങളൊക്കെ ഇടാവുന്നത്. പക്ഷെ നമ്മുടെ അവിടെ ഈ സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത് കൂടുതലിടുന്നത് കേട്ടോ. അല്ലാതെ ഇവിടെ ഞങ്ങൾ 3 ഇപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ചിക്കൻ എടുത്തത്. ഈ കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകാനും കൂടിയും വേണം. അപ്പോൾ അതുകൊണ്ട് എടുത്തത്. അല്ലെങ്കിൽ ഇതിൻ്റെ പകുതിയോളം ഞാൻ എടുക്കുള്ളൂ. നമ്മൾ 3 പേർക്ക് ഇത്രയൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്തിരി കൂടുതലെടുത്തത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അലക്കിയിട്ടത് അങ്ങോട്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. ഇനി വെയിൽ കൂടുതലാവുന്നതിൻ്റെ മുന്നേ തന്നെ അതങ്ങോട്ട് ചെയ്തേക്കുന്നത്. അതന്നെ വെയിലായി. അപ്പോൾ ഈ പണിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഓരോന്ന് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ വിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അത് അപ്പാടെ അങ്ങോട്ട് വിരിച്ചൊക്കെ ഇട്ട് വന്നിട്ട് ഞാനൊരു രസം കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രസത്തേക്കുള്ള സംഭവങ്ങളാണ് ആയിരിക്കുന്നത്. നല്ല ജീരകം, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇത് മല്ലി നമ്മുടെ പച്ചമല്ലിയാണ് കേട്ടോ. ഉണക്ക വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് അതെടുത്തിട്ടില്ല. കുരുമുളക്, വറ്റൽമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് ചതക്കുക ചെയ്യാറ് കേട്ടോ. അതൊക്കെ ഒന്ന് ചതച്ച് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഇനി ഒരു പാക്കറ്റ് പപ്പടം കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതും കൂടെ കാച്ചാം. പപ്പടം കള്ളം ഇവിടെ ഉണ്ടല്ലോ കണ്ണൻകുട്ടി. അപ്പോൾ അവന് വേണ്ടിയിട്ട് ആ പപ്പടം കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാച്ചി തീരോളൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇനി പറയുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് കാച്ചാമെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഇനി കഴിക്കാതിരിക്കുമ്പോൾ പപ്പടം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇടങ്ങേറാണ്. പിന്നെ അപ്പം നീട്ട് ഞാൻ തന്നെ കാച്ചണ്ടേ. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇരുന്ന് കാച്ചാമെന്ന് വിചാരിച്ചു. അതൊക്കെ എടുത്ത് കാച്ചാമെന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പടമൊക്കെ കാച്ചി കഴിഞ്ഞിട്ട് ഇനി അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്ക് ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ ഷാജൻ്റെ കൂടെ അവൻ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കം ആൾക്ക് വലിയ സുഖമില്ല. അപ്പോൾ ഉറങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഏഷണിക്ക് ഇരുന്നുകൊണ്ടിരിക്കുന്നത്. തല്ലുപൊളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അപ്പുറത്ത് തന്നെ ഉണ്ട്. അതാണ് എൻ്റെ വായ പൂട്ടാണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. പപ്പടമൊക്കെ കാച്ചിൽ കഴിഞ്ഞിട്ട് രസത്തിലേക്ക് വേണ്ടി കടുക് പൊട്ടിച്ചു, 2 വറ്റൽമുളക് ഇട്ടു. എന്നിട്ട് ഞാൻ പുളി പിഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. രസം 2-3 ടൈപ്പിലുണ്ടാക്കാം. ഇതൊരു തട്ടിപ്പും തരികിടയുള്ള രസമാണ്. അതുകൊണ്ട് തന്നെ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് പാകത്തിന് വെള്ളത്തിനും പുളിക്കുള്ള വെള്ളം പുളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഞാനിങ്ങനെ നല്ലോണം കൈകൊണ്ട് ഉടച്ച് ഇങ്ങനെ ഞെരടി ഉടച്ചാക്കിയിട്ടാണ് ഇടുക. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ നമ്മുടെ രസത്തിന്. എന്നിട്ട് പാകത്തിന് ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് 2 തണ്ട് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട്ട് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ചൊടിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എനിക്ക് ഈ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. കുരുമുളക് മാത്രം വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാനും ഇഷ്ടമാണ്. പക്ഷെ എന്താ അറിയോ, നമുക്കത് വലിയ കച്ചവടം. കുരുമുളകിന് നല്ല വിലയല്ല. അതുകൊണ്ട് തന്നെ കുരുമുളക് മാത്രം ഇട്ടിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് നടക്കണ കാര്യമല്ല. എൻ്റെ നമ്മുടെ അനിയത്തി ചിക്കൻ കറി ഞാൻ പറഞ്ഞില്ലേ, ഒരു മല്ലിച്ചപ്പും ഇതൊക്കെ കൂടിയിട്ടൊരു ചിക്കൻ കറീൻ്റെ പൊന്നും ഞാൻ എത്രയോ വർഷം മുന്നേ കഴിച്ചത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാക്കിലുണ്ട്. അവരൊക്കെ കുരുമുളകാണ് കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുരുമുളക് കുറച്ചും കൂടെ വേണം തോന്നിയപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്നും കൂടെ തുടച്ചിട്ടു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ അങ്ങനെ നമ്മൾ വറുത്തിട്ടേൻ്റെ എന്തെങ്കിലും പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നെ ഈ നമ്മുടെ തലയിലെ കെട്ട് അങ്ങോട്ട് അഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഉണങ്ങിക്കോളല്ലോ വിചാരിച്ചില്ലെങ്കിൽ ഈ കെട്ട് അങ്ങനെ ഞാൻ മറന്നിട്ട് ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് അഴിച്ചിട്ടു. ഇതവിടെ ഇരുന്നിട്ട് രണ്ടാളും ഇരുന്നിട്ട് സ്നേഹപ്രകടനമൊന്നുമല്ല, രണ്ടാളെയും കൂടെ ട്രോൾ ചെയ്തിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളെ കളിയാക്കും, മറ്റാളെ കളിയാക്കും. ഇവൻ്റെ കയ്യിൽ 2 കോലുണ്ട്. അതുകൊണ്ട് അവളുടെ മണ്ടയ്ക്ക് എപ്പോൾ കിട്ടുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. അമ്മാതിരി ഏഷണി പൂജ ഇരുന്നിട്ടുണ്ടാക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രസത്തിലേക്കുള്ള കൂട്ടിട്ട് കൊടുത്തിട്ട് അത് തിളച്ച് വന്നപ്പോൾ ഞാൻ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തു. നമ്മുടെ രസം അടിപൊളിയായിട്ട് സെറ്റായി, അങ്ങനെ റെഡിയായി. അപ്പോൾ ഷാജേട്ടൻ ഇനി രസമുണ്ട്, ഓംലേറ്റ് ഉണ്ടാക്കാം, പപ്പടം ഇരിക്കുന്നുണ്ട്, അച്ചാറുണ്ട്, പുളിയഞ്ചി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് അത് മതി എന്ന് പറഞ്ഞു. പിന്നെ വൈകിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊന്നും എനിക്കതിൻ്റെ ഓർമ്മ ഉണ്ടായില്ല. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഓർമ്മ ഉണ്ടായി, ചോറ് വെച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചോറൊക്കെ 2 നേരത്തിന് അസലായിട്ടുണ്ട്. രണ്ടാൾക്കും വിശക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ രണ്ടാൾക്കും ഒരുമിച്ച് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു, ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വിശക്കണില്ല കേട്ടോ. അപ്പോൾ ഈ വെള്ളം അതിൻ്റെ ഇടയിൽ ഒരുപാട് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താണെന്നാവോ കുറച്ചധികമായിട്ട് വിശപ്പും കാര്യങ്ങളും വലിയ കുറവാണ്. മറ്റേ ചിക്കനൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പാടി ആദ്യം ചോറിടുന്ന ആളാണ്.
അപ്പോൾ കണ്ണൻകുട്ടിക്ക് വാരി കൊടുക്കുകയും വേണം. രണ്ടാൾക്കും കൂടെ ചോറൊക്കെ എടുത്തിട്ട് ഇനി ഉമ്മർത്ത് പോയിരിക്കണം. ഉമ്മർത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉമ്മർത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഒരു പണ്ടത്തെ ഒരു സുഖം കിട്ടണില്ല. നല്ല വെയില, മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. എന്നാലും പുറത്തിറങ്ങി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മർത്തന്നെ പോയിരുന്നിട്ട് ഉണ്ണാന്നാട്ടോ പറയണത്. കണ്ണൻകുട്ടിക്ക് ആ പാത്രത്തിൽ കുറച്ച് രസം കൂടെ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് രസം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്കിഷ്ടം. നമുക്ക് വയറിനും നല്ല കുടിക്കാൻ വേണ്ടിയിട്ടും ഇഷ്ടമാണ്. ഇവിടെ രസം നല്ല ഇഷ്ടമാണ് ഒഴിച്ച് കറിക്ക് വേണ്ടിയിട്ട്. ഇതിലേക്ക് മത്തി കുരുമുളകിട്ട് വറുത്തതും കൂടെ ആയാൽ സീന് പൊളിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഉമ്രപ്പടിയും ഇരുന്നിട്ട് ഫുഡ് കഴിക്കരുതെന്ന് എന്നോട് ഞങ്ങൾ എല്ലാവരും വയസ്സായവർ പറയും. വീട്ടിലോട് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കൊന്നുമില്ല. പിന്നെ അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാനും തന്നെ ഈ പായാരം പറയാൻ വേണ്ടിയിട്ട് നിന്നില്ല. അങ്ങനെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ചോറൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഞാനും കഴിച്ചു. പിന്നെ കുറച്ച് തുണികൾ നമ്മൾ ഇന്നലത്തെ അലക്കിയിട്ടത് മടക്കി വയ്ക്കാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൂം അങ്ങോട്ട് ഒഴിവായി ഫ്രീ ആയി ഒരു സമാധാനമായി. ഇതിനിടയിൽ കൂടെ പൂച്ചിട്ടി ഒന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പൂച്ചിട്ടീനെ വിളിക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ എടുത്തെടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്യും ചെയ്യാനുണ്ട്. എല്ലാതും ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഇത്ര ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് ചേച്ചിയോടേക്ക് പോകുമ്പോഴേക്കും എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് ഡൗൺലോഡ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമുക്കൊരു 4-5 മണിക്കൂർ പിടിക്കും ഡൗൺലോഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് നമ്മൾ അവരോട് സംസാരിക്കാൻ വേണ്ടി പോയിട്ട് ഈ ഫോണിലിരിക്കുമ്പോൾ മോശമല്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമാധാന ടൈമിലിടാം. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതൊക്കെ മടക്കി വയ്ക്കുക. ഓരോരുത്തരുടെ ഭാഗത്ത് മടക്കി വെച്ചിട്ട് അവരെ സ്ഥലത്ത് അങ്ങോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. അതങ്ങനെ പാറി കിടക്കില്ലല്ലോ. പൂജട്ടിയുടെയാണ് ആ ബക്കറ്റ് അവളുടെ സാധാരണ ഇടണം. എൻ്റെ അപ്പുറത്ത് ഒരു റേക്കുണ്ട്, അതിനകത്ത് ഇൻ്റെ കണ്ണൻകുട്ടിയുടെ വേറെ റൂമിൽ. എന്താ വെച്ചാൽ എല്ലാവരും റൂമിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുജറാത്തിൽ ഭൂകമ്പം നടന്ന പോലെ ചില സമയത്ത് റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രാന്തിൻ്റെ അല്ല മൂച്ചിപ്രാന്ത് വരെ ഇളകും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒതുക്കി പെറുക്കി വെച്ച് ഞാനൊരു വഴിക്കാവുന്നല്ലാതെ ഇവിടെ ഒരു മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് സംഭവിക്കാനുമില്ല. ആകെ വരുന്ന മാറ്റം അലമ്പാക്കിയിടുക എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു ടോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. മിഷീനിൽ ഇതൊരു ജാമ്പവാൻ്റെ കാലത്തെ മിഷീനാണ്. എൻ്റെ അച്ഛൻ വാങ്ങിയതാണ്. അതുകൊണ്ട് ഇതിനോടൊരു കണക്ഷനുള്ള കാരണം എനിക്കിത് കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നാറില്ല കേട്ടോ. ഇതിലേക്ക് നൂലിടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കഥയാണ്. കളിയാക്കി ചെറുക്കിയ ആൾക്കാർ ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ അത്രയും പൊട്ടയാണ്. പക്ഷെ എന്നാലും എണ്ണയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് അടിപൊളിയാണ് കേട്ടോ. അങ്ങനോട് ഒഴിവാക്കാൻ മാത്രമുള്ള പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ വരുന്നവർ അതിൻ്റെ കാലൊക്കെ പൊട്ടിയിട്ട് അതിനകത്ത് മരത്തിൻ്റെ ഒക്കെ ഒരു കമ്പ് വെച്ച് ഒരു പട്ടിക വെച്ചിട്ടൊക്കെ സ്ക്രൂ ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ കളിയാക്കി പറയും കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു അരുമ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല കുറച്ച് ലൂസാണ്. അപ്പോൾ അതങ്ങോട്ട് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയും പുറത്ത് പോകുമ്പോഴാ ഇന്നിപ്പോൾ ചേച്ചിയോടേക്ക് പോകുമ്പോഴാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് പുതിയത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പടണം, ഇല്ലെങ്കിൽ ഒരു സമാധാനക്കെടാം. അപ്പോൾ ഇത് ഇടാണ്ടിരിക്കുന്ന ടോപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മൊത്തം സ്റ്റിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മടിയാണ് കേട്ടോ. ഞാനതിന് മെനക്കെടാറില്ല. വിട്ട് പോകുമ്പോൾ അടിക്കാൻ വിചാരിച്ചു. നമുക്കറിയണ കാര്യമല്ലേ. എനിക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് വലിയ മടിയാണ്, ചില സമയത്ത് ആ മൂഡിൽ അങ്ങനെ ഇരുന്ന് ചെയ്യും. അതൊക്കെ കഴിഞ്ഞൊന്ന് വെറുതെ കൊലായിൽ ഇങ്ങനെ ഉമ്മർത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങനെ പരത്തിയിട്ടിട്ട് കണ്ണൻകുട്ടി അതവിടെ ഇട്ട് അവൻ്റെ പണി നോക്കി അവൻ പോയി. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ആരോ വന്ന് വിളിച്ചപ്പോൾ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തൊക്കെയോ കുണ്ടാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ഒതുക്കി വെച്ചിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്തതിൻ്റെ ഒക്കെ പൊടികളുണ്ട്. അപ്പോൾ അതൊന്ന് അടിച്ച് വാരിയിട്ടൊക്കെ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ വലിയ പാടാ. അത് ഒന്നാമത് ഈ ഉമ്മറ ഭാഗം ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ എന്താ ഇതിങ്ങനെ തോന്നും. ഈ ഒരു സമയത്താവും എല്ലാവരും കയറി വരികയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടു. തൽക്കാലം അവിടെ താഴെയൊക്കെ പൊടിയാക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ ചെണ്ടക്കോലോ മന്ദളക്കോലോ എന്തൊക്കെയോ ഇരുന്ന് ഉണ്ടാക്കലായിരുന്നു കുറച്ച് മുന്നേ പണി. അപ്പോൾ അതിൻ്റെ ഒക്കെ പൊടിയും തുങ്ങലും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ സൈക്കിൾ ആ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പുറത്തേക്ക് നീക്കിയിട്ടിട്ട് ഒതുക്കി വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ ചെടിക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. ഇനി നമുക്കിത് വൈകുന്നേരത്തിന് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള നേരം കൊണ്ട് അതൊക്കെ ചെയ്യാം. അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ എനിക്ക് എന്തോ ഒരു മനപ്രയാസം, എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കൊടുത്തു. ഇനി കണ്ണൻകുട്ടി കളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ അല്ലറ ചില്ലറ പരിപാടികൾ വേറെ കിടക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.